ചർച്ചയൊക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളല്ല, കുറെ കൂടി ഉയർന്ന സംസ്ഥാന തലത്തിലുള്ള ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യേണ്ട വിഷയം. ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് തീരില്ല. അടിയന്തരമായി ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നത്. DCC പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? DC പ്രസിഡന്റിനോട് സംസാരിച്ചു. ഒരു സമവായം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അല്ലാതെ ഒരു സമവായം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ടാവും. എന്താ അനിയ, ഞാൻ ഒരു മിനിറ്റ് ചേർത്തതാ. ചേർക്കും അവസാനിപ്പിക്കാനുള്ള ഒന്നും തോന്നിയില്ല. അത് അവസാനിപ്പിക്കുകയല്ലേ, ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് സജീവൻ കുടിയേറ്റ ആളിപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇവിടെ ഉള്ളതാണ്. അദ്ദേഹത്തിന് ശാരീരികമായി ഇതല്ലാതെ അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യും. ബാക്കി സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെട്ട് നാളെ. മറ്റൊരു ചർച്ചയും ഇന്നില്ല. ചർച്ച ചെയ്തോന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യും. ചർച്ചയ്ക്ക് അപ്പുറത്ത് തീരുമാനമോ പരിഹാരം ഉണ്ടാക്കാവുന്ന അന്തരീക്ഷമോ സാഹചര്യമോ വിഷയമോ അല്ല. തൽക്കാലത്തേക്ക് പിരിഞ്ഞു പോകാൻ രണ്ടു കൂട്ടരും സമ്മതിച്ചിട്ടുണ്ടോ? തൽക്കാലത്തേക്കല്ലോ, പിരിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോലും തന്നെയല്ലേ. പിന്നെ എന്താ തൽക്കാലം പോയിട്ട് ഇങ്ങോട്ട് വരും. സജീവനെ ഇവിടുന്ന് മാറ്റിയാണോ? മാറ്റല്ല, സജീവനെ ഹോസ്പിറ്റലൈസ് ചെയ്യാണ്. സജീവന് ശാരീരികമായി ഇതല്ലാത്ത അസ്വസ്ഥതകളും കൂടി ഉണ്ട്. ഇപ്പൊ ഇന്നുണ്ടായ സംഭവത്തിന് അയാൾ വളരെ വേദനിക്കുന്നുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിന് പുറമെ അയാൾക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ട്. പിന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് ഈ പാർട്ടിയിലുള്ള ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും, ഭാരവാഹിത്വമുള്ളവർക്കും ഭാരവാഹിത്വമില്ലാത്തവർക്കും അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഒക്കെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ പൊക്കൂടാ എന്ന് വളരെ വേദനയോടുകൂടിയുള്ള അഭിപ്രായമുണ്ട്. അതിനനുകൂലമായ അന്തരീക്ഷം ജില്ലയിൽ ഉണ്ടാക്കും.